ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ജോർജ് ഡയറക്ഷൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞിട്ട് പടം പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ വന്നിരിക്കുകയാണ്. പിന്നെ സർഫിറ എന്ന് പറഞ്ഞിട്ട് സൂറാറി പൊട്ടുകൊണ്ട് റീമേക്ക് ആയിട്ട് അക്ഷയ് കുമാർ അഭിനയിച്ച ഹിന്ദി പടം പുറത്തിറങ്ങിയിരുന്നു. പടം ഫ്ലോപ്പ് ആയതാണ്. എന്തായാലും ഇപ്പോൾ Disney+ ഹോട്ട്സ്റ്റാറിലൂടെ ഒക്ടോബർ 11 പടം റിലീസ് ആവുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ റേച്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള അനി റോസ് അഭിനയിക്കുന്ന പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ആണ് എടുത്തിട്ടുള്ളതെന്ന് അറിയിച്ചു. പിന്നെ തണ്ടക്കാരുണ്യം എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്താണ് പടം പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ മെക്കാനിക് റോക്കി എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ശ്രദ്ധ ശ്രീനാഥിന്റെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അതേമാതിരി NBK 109 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്നും ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടത്തിലത്തെ സ്തുതി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാട്ട് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഇപ്പോൾ 2 മില്യൺ+ വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വാഗ് എന്ന് പറഞ്ഞ പടത്തിന്റെ 4 Days to Go പോസ്റ്റർ വന്നു. പിന്നെ സീബ്ര എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഗ്ലിംസ് എന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൽ മുജീബ് മജീദ് ഓൺബോർഡ് ആയിട്ട് എന്നുള്ള അറിയിച്ചു. കിഷ്കിന്ത കാണ്ടം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഇതിലാണ് ഇപ്പോൾ ആള് വരുന്നത്. ആശുപത്രിയുടെ സെയിം പടത്തിൽ മ്യൂസിക്കിന്റെ ആളാണ്. പിന്നെ മെയ്യഴകൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തി അരവിന്ദ് സ്വാമി അഭിനയിച്ച പടത്തിന്റെ 18 മിനിറ്റ് ട്രിം ചെയ്തിട്ടുണ്ട് എന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുത്ത രാംചന്ദ്ര പടം അവിടുത്തെ രാമച്ച മച്ച എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. പാട്ട് കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഫസ്റ്റ് ഇറങ്ങിയ പാട്ടിനായിട്ട് നന്നായി, ജാറഗണ്ടിനാട്ടി. പിന്നെ കലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 4 Days to Go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അമരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പരിപാടി മലേഷ്യ സിംഗപ്പൂർ ആ ഭാഗമായിട്ട് നടന്നിരുന്നു. അപ്പോൾ അതിൽ ശിവകാർത്തികൻ വന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി ജി പ്രകാശ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സായിപ്പല്ലി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിലത്തെ സായിപ്പല്ലിയുടെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആളുടെ പടത്തിലത്തെ പേര് ഇന്ദു റബേക്ക വർഗീസ് എന്നുള്ളതാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. പിന്നെ അതിലത്തെ മ്യൂസിക്, ആ സായിപ്പല്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോയിലുള്ള മ്യൂസിക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറഞ്ഞ പടത്തിൻ്റെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള അമൽ നീരതെടുത്തോടം റിലീസിന് ഒരുങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്താണെന്നോ അറിയില്ല. പിന്നെ റിഫിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞ പടത്തിലത്തെ സുരേഷ് കൃഷ്ണയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഇപ്പോൾ കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പുറത്തിട്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ മിസ്റ്റർ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പടം വരുന്നുണ്ട്. അത് ഒക്ടോബർ 4 എന്നുള്ള അറിയിച്ചു. പിന്നെ മട്ക എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് വരാൻ പോവുകയാണ് നാളെ രാവിലെ 11:05. മിക്കവാറും ഒരു പോസ്റ്റർ ആവാനാണ് ചാൻസ്. പിന്നെ ശരിപ്പോതെ ശനിവാരം എന്ന് പറഞ്ഞിട്ട് നാനിലെ പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ OTT ഇറങ്ങിയപ്പോഴാണ് കണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റേറ്റിംഗ് 10-8 ആയിട്ടാണ് കൊടുക്കുക. കാണാത്ത വേണ്ടി കണ്ടു നോക്കുക. പിന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒക്ടോബർ 22 ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന ഒരു പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്, മഹേഷ് നാരായണനൊക്കെയുള്ള ഫോട്ടോ. പിന്നെ ബജോക്ക എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ വേട്ടയം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഒക്ടോബർ 6 3 മണിക്കായിരിക്കും സൺ TV പുറത്തു വിട്ടുക എന്നുള്ള അറിയിച്ചു. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ ഒക്ടോബർ 2 വരിക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ഈ സെയിം സൺ TV എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മിക്കവാറും വരിക. പിന്നെ പടത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് പടത്തിന് UBR സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. പടം മൊത്തത്തിൽ 163 മിനിറ്റും 25 സെക്കൻഡാണ് റൺ ടൈം എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ 2 മണിക്കൂറും 43 മിനിറ്റും 25 സെക്കൻഡും. പിന്നെ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടം ഓസ്ട്രേലിയയിൽ നിന്ന് 750K+ കളക്ഷൻ ആയിട്ടുണ്ട്. അതേമാതിരി നോർത്ത് അമേരിക്കയിൽ നിന്ന് 5 മില്യൺ+ കളക്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 ദിവസം കൊണ്ട് 304 കോടിയുടെ മുകളിലായിട്ടുണ്ട് എന്നുള്ള ഒഫീഷ്യലായി അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓംബാലെ ഫിലിംസിനായിട്ട് മോഹൻലാൽ ഒരു പടത്തിനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് വേറെ ഏതെങ്കിലും പടമാണോ എന്നറിയില്ല. പക്ഷെ കാന്താര 2 ആള് വരുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അറ്റ്ലിയുടെ 6ാമത്തെ പടം ജവാൻ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം എടുക്കാൻ പോകുന്ന പടം സൽമാൻ ഖാനും കമൽഹാസനും കൂടിയിട്ടുള്ള ഒരു പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അനിരുദ്ധായിരിക്കും അതിൽ മ്യൂസിക് ചെയ്യാന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് 2026 റിലീസാകുന്ന രീതിയിലൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള ഇത് തന്നെ കൺഫർമേഷൻ വന്നിട്ടില്ല. എന്തായാലും റിലീസ് 2026 ഇപ്പോൾ വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ തലപതി 69 എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജ ഒക്ടോബർ 4 അടക്കുന്നുള്ളതാണ് കേൾക്കുന്നത്. അതേമാതിരി ഷൂട്ടിങ് ഒക്ടോബർ 5 അടക്കുന്നുള്ളതും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ 5 തുടങ്ങുന്ന ഷൂട്ട് ഒരു ചെറിയ ഷെഡ്യൂളാണെന്നുള്ളതാണ് കേട്ടത്. പിന്നെ വിജയുടെ എന്തോ പാർട്ടിയിട്ട് ഒരു പരിപാടി അടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ബാക്കി ഷൂട്ടിംഗ് അടക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ കൈദി 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങുമെന്നുള്ള കാർത്തിനെ പറഞ്ഞിട്ടുണ്ട്. ഈ മെയ്യഴകൻ്റെ ഭാഗമായിട്ട് ഏതിലോ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. മിക്കവാറും അതിൻ്റെ റിലീസ് അടുത്ത വർഷം തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ആൾ പ്രതീക്ഷിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2025 നമുക്ക് കൈദി 2 കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുമാതിരി കൂലിയും 2025 ലോകസേന രാജ്യത്തെ 2 പടം പൊളിച്ചടക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൊണ്ട് വിളിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.